വന്യവൈദികരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരരെ, ആർട്സിലെ വഴി അന്വേഷിച്ചിറങ്ങിയ വിയാനി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നാണ് കടന്നുപോയത്. കുമ്പസാരക്കൂട്ടിൽ സ്നേഹമായവനെ പങ്കുവെച്ചുകൊണ്ട് ആർട്സിലെ പള്ളിയിലെ അൾത്താരയിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് പാപികളുടെ മാനസാന്തരത്തിന് നിരന്തരം പ്രാർത്ഥിച്ച് വചനപീഠത്തിൽ ക്രിസ്തുവിനെ വിളമ്പിയും ദിവ്യകാരുണ്യത്തിനു മുമ്പിൽ താപം ചെയ്തും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി എന്നും നമുക്ക് മാർഗദർശിയും വഴികാട്ടിയുമാണ്. നീ എനിക്ക് ആർട്സിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആർട്സിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ വൈദിക ശുശ്രൂഷയിൽ അനേകം പേർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ഈ പുണ്യാത്മാവിൻ്റെ പാത നമുക്ക് പിൻചെല്ലാം. അങ്ങനെ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ നമ്മെ ഭരമേൽപ്പിക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടാൻ വൈദിക ശുശ്രൂഷ വഴി നമുക്കും സാധിക്കണമേ എന്ന് ഈ തിരുനാൾ ആഘോഷം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ആൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുന്ന നെയ്യാറ്റിൻകര രൂപതയിലെ എല്ലാ വൈദികരെയും ഒപ്പം രൂപതയിൽ സേവനം ചെയ്യുന്ന എല്ലാ വൈദികരെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയെപ്പോലെ ദൈവ സ്നേഹത്തിൽ പ്രേരിതരായി ശുശ്രൂഷാ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അതിലൂടെ ധാരാളം ആത്മാക്കളെ നേടുവാനും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിക്കായിട്ട് നമുക്ക് അണയാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. ഒരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദിയിൽ തിരുനാഥനായി മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ ഒരു മനമായി
ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. തിരുനാഥനേകും തിരുമേയും തിരുനിണവും ബലിവേദി മുന്നിൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും സ്വീകരിക്കാം നവീകരിക്കാം നമ്മളുടെ ജീവിതത്തെ. സ്വീകരിക്കാം നവീകരിക്കാം നമ്മളുടെ ജീവിതത്തെ. നമ്മളുടെ ജീവിതത്തെ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് തിരുസഭ ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ സാഘോഷം ആഘോഷിക്കുക. വിശുദ്ധ ജോൺ മരിയ വിയാനി മണ്ടനായിരുന്നോ ബുദ്ധിമാനായിരുന്നു? ഇന്നും വൈദികരുടെ ഇടയിൽ ലോകത്തിലെ ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ പഠന കാര്യങ്ങളിൽ, ഭാഷാ പഠനത്തിൽ അധ്യാപകർ ഫോർമാറ്റിസ് ഉദ്ദേശിച്ച മാർക്ക് ലഭിച്ചില്ല എങ്കിലും ദൈവജ്ഞാനത്തിൽ, ദൈവിക വിശുദ്ധിയിൽ അഗ്രഗണ്യനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തെ വൈദികനായിട്ട് പ്രൊമോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള അസ്വസ്ഥത അന്നത്തെ ബിഷപ്പിൽ ഉണ്ടായപ്പോൾ രൂപതയിലെ വികാരി ജനറലിനെ ചുമതല ഏൽപ്പിക്കുകയാണ്. എല്ലാ ഫോർമാറ്റീവ്സിനോടും സുഹൃത്തുക്കളോടും ഒക്കെ അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹം കറക്റ്റായിട്ട് തീരുമാനിച്ചു. ജോൺ മരിയ വിയാനി അദ്ദേഹം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. അതനുസരിച്ച് രൂപത അധ്യക്ഷൻ അദ്ദേഹത്തെ വൈദികനായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിലൂടെ ലോകത്തിൽ സഭയിൽ ഉണ്ടായ മാറ്റം എന്താണ് നമുക്കറിയാം. ആർസിൽ അരാജകത്വവും അനീതിയും അക്രമവും ലഹരിയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ വചന പ്രഘോഷണത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമായിട്ട് നൽകിക്കൊണ്ട് അസ്വസ്ഥമായ ഹൃദയങ്ങളിൽ നേർവര വരയ്ക്കുന്നതിലേക്ക് വേണ്ടി, നേരായ ദിശാബോധം നൽകുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കർത്താവ് അദ്ദേഹത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. അരാജകത്വം സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തത, കാഴ്ചപ്പാട് സമഗ്രമായിട്ട് നൽകുന്ന ഒരു വ്യക്തി ബുദ്ധിമാനാണ്. അവൻ ജ്ഞാനിയാണ്. ഈ ലോകത്തിൽ അനുരൂപപ്പെടാതെ ദൈവത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് ദൈവിക സത്യങ്ങളെ ലോകത്തിന് അറിയിക്കുന്ന ഒരു വ്യക്തി.
അങ്ങനെ അനേകം പേര് അദ്ദേഹത്തിൽ കുമ്പസാരം എന്ന കൂദാശയിൽ വന്നണയുവാനും കുമ്പസാരിക്കുവാനും ഓരോ വ്യക്തിയെയും തൊട്ടറിഞ്ഞ് മാനസാന്തരപ്പെടുത്തുവാനും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുവാനും ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കേണ്ട ആ ഒരു രീതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇടവക വികാരിമാരായ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. ജനങ്ങളുടെ മുമ്പിൽ നാം ഒരു മണ്ടനാണോ അതോ നാം ബുദ്ധിമാനാണോ? ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി, ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു വ്യക്തി, ദൈവജ്ഞാനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ബുദ്ധിമാനാണ്, ജ്ഞാനിയാണ്, ജനങ്ങളെക്കാളും അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർ നൽകുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള വഴിയാണ്. അവർ നടക്കുന്ന നടത്തം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒരു നടത്തമായിരിക്കും. അവിടെയുള്ള പാപ അവസ്ഥകളെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കഴുകിക്കളഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരെയും കർത്താവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി അവർ പരിശ്രമിക്കും. ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് സഞ്ചരിക്കുക, ദൈവവുമായിട്ട് ഒരുമിച്ച് നടക്കുക, ആ സഞ്ചാരം യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. നൂറ്റാണ്ടുകൾക്കും നടന്ന ഒരു സംഭവമാണ്. ഇന്നിൽ അതിനർത്ഥമില്ല എന്നുള്ളതല്ല. ഇന്നത്തെ ഇടവക വികാരിമാർ അദ്ദേഹത്തിൻ്റെ ആ തീക്ഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇടവകയിലെ ഓരോ മക്കളോടും ഒരുമിച്ച് സഞ്ചരിക്കുവാനും ഇടവക വൈദികരോട് ഒരുമിച്ച് സഞ്ചരിക്കുവാനും സത്യത്തിന് അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ സത്യദൈവമായ ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജ്ഞാനത്തോടും വിവേകത്തോടും ബുദ്ധിയോടും കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കരുതലുമാണ് ഈ തിരുനാളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്ന ദൈവം ഇന്നും നമ്മിലൂടെ ഈ ലോകത്തിന് ആശ്വാസമാകുവാൻ, ഈ ലോകത്തിന് സ്വാതന്ത്ര്യമേകുവാൻ, ഈ ലോകത്തിന് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്നും തെന്നും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകേണ്ട കൃപയ്ക്ക് വേണ്ടി ഈ ബലിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഹോദരരെ, വിവരകശങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ
ദൈവത്തിനു മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരണവാനുമായ ദൈവമേ, വൈദികനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ അജപാലന വൃത്തിയിൽ അങ്ങ് നിസ്തുലനാക്കിയല്ലോ. അദ്ദേഹത്തിൻ്റെ മാതൃകയും മാധ്യസ്ഥവും വഴി സ്നേഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി സഹോദരങ്ങളെ നേടാനും അവരോടൊപ്പം നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് എസെക്കിയേലിന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം.
തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ, അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞു തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിദുഷ്ടമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന് നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം പ്രഖ്യാപിക്കാനും കർത്താവിനെ അയച്ചിരിക്കുന്നു.
കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവ് അധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അഭിമന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർമാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദര വൈദികരെ, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, വൈദികരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും തിരുനാൾ ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. വളരെ എളിയ സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വിശുദ്ധനെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ആർസിലെ വികാരിയെക്കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കുഞ്ഞുനാളിലെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമിനറി പരിശീലന കാലത്ത് മിസ്റ്റർ ജോൺ മരിയ വിയാനിയുടെ ലാളിത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒത്തിരി കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ വിശുദ്ധൻ്റെ പ്രവർത്തനം കൊണ്ട് പുണ്യഭൂമിയായ ആർസ് സന്ദർശിക്കുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ 2000 ആണ്ടിൽ ആർസ് സന്ദർശിക്കുവാനായിട്ടുള്ള ഒരവസരം കിട്ടി. അവിടേക്ക് പോകുമ്പോൾ എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, പട്ടണങ്ങളുടെ സമയമില്ലാത്ത ഒരു ചെറിയ ഗ്രാമം, അത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുവാനായിട്ട് ഇടവന്നത് ജോൺ മരിയ വിയാനി എന്ന ഈയൊരു വിശുദ്ധനിലൂടെയാണല്ലോ. ആ ചിന്തയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാം ശ്രദ്ധ പോകുന്നത് ഒരുപക്ഷെ അദ്ദേഹം താമസിച്ചിരുന്ന ആ പള്ളിമേടയിലേക്കാണ്. പള്ളിമേട എന്ന് പറയാൻ സാധിക്കുമോ? അത്രയ്ക്ക് ഒരു ചെറിയ കുടില്, അതിനകത്താണ് അദ്ദേഹം വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ലാളിത്യത്തിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് ആ ഭവനത്തിൻ്റെ അവശിഷ്ടം ഇന്നവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് വിപ്ലവത്തിന് 3 വർഷം മുൻപ്, അതായത് 1786
ഒരു എളിയ കർഷക കുടുംബത്തിൽ ജോൺ മരിയ വിയാനി ജനിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തിക്തഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാര്യമായ വിദ്യാഭ്യാസം ലഭിച്ചില്ല. മതബോധനം പോലും അദ്ദേഹം വളരെ രഹസ്യമായിട്ടാണ് നടത്തിയിരുന്നത്. പിന്നീട് ആദ്യ കുർബാന സ്വീകരിക്കുന്നതും വലിയ ആഘോഷങ്ങളില്ലാതെ. അദ്ദേഹത്തിൻ്റെ സെമിനറി പഠനകാലത്ത് ഇവിടെയെല്ലാം ആമുഖങ്ങളിൽ എടുത്തു പറഞ്ഞതുപോലെ വലിയ പ്രത്യേകതകളോ വൈഭവങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിലും ദൈവഭക്തിയിൽ, പ്രത്യേകിച്ച് മരിയ ഭക്തിയിൽ വളരെ അധികം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരിയ ഭക്തി വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഈ നന്മ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് പൗരോഹിത്യം 1815 നൽകിയത്. നമ്മളിതിലൂടെ മനസ്സിലാക്കുന്നത് ബുദ്ധിയല്ല അഭിഷേകത്തിൻ്റെ ആധാരം. ബുദ്ധിശക്തിയോ സാമ്പത്തിക ഭദ്രതയോ കുടുംബ മഹിമയോ അല്ല കൃപയുടെ ആധാരം. അത് നമ്മുടെ എല്ലാം മനസ്സിൽ ആഴത്തിൽ പതിയേണ്ട ഒരു ദിവസമാണ്. ദൈവഭക്തിയാണ്, ദൈവത്തോടുള്ള ആഴമായ ബന്ധമാണ് ഒരു വ്യക്തിയെ നല്ലൊരു വൈദികനായിട്ട് മാറ്റുന്നത്. 3 കൊല്ലക്കാലം അദ്ദേഹം അധികം ആരും അറിയപ്പെടാത്ത രീതിയിൽ അരമനയുമായി ബന്ധപ്പെട്ട് ചെറിയ ശുശ്രൂഷകളിലുമെല്ലാം കഴിഞ്ഞു. കാരണം അദ്ദേഹത്തെ ഒരു ഇടവകയിലേക്ക് വിടാനുള്ള കോൺഫിഡൻസ് ഒരുപക്ഷെ അധികാരികൾക്കില്ലായിരുന്നു. എങ്ങനെ പ്രബോധനങ്ങൾ നൽകും, കുമ്പസാരത്തിന് അണയുന്നവർക്ക് എങ്ങനെ നല്ല ഉപദേശങ്ങൾ നൽകും, അതെല്ലാം ആ ചിന്തയിലായിരിക്കാം. പക്ഷെ അവരവസാനമായിട്ട് ഒരു തീരുമാനമെടുത്തു. പൂട്ടിക്കിടക്കുന്ന ഒരു പള്ളിയിലേക്ക് അദ്ദേഹത്തെ അയക്കാം. വലിയ കുഴപ്പമില്ല, അവിടെ പോയി അദ്ദേഹം പ്രാർത്ഥിച്ചങ്ങനെ ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ ഇരുന്നു കൊള്ളും. 200 കുടുംബങ്ങളുള്ള ഒരിടവക അവിടേക്കാണ് അയച്ചത്. പോകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ പോകാം. കാരണം എവിടെയെങ്കിലും ഒന്ന് പോകണം, തൻ്റെ പൗരോഹിത്യ ധർമ്മങ്ങൾ നിർവഹിക്കണം എന്നാഗ്രഹിച്ച് കഴിയുന്ന ഒരവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് അദ്ദേഹം പോകുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം ആർസ് എന്ന ഈ ഇടവകയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമായി അങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ നടന്നു നീങ്ങുമ്പോൾ ആ നടത്തം ചരിത്രത്തിലേക്കാണെന്ന് അന്ന് ആരും അറിഞ്ഞില്ല. അത്രമാത്രം തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് വലിയ സാക്ഷ്യം നൽകിയ ഒരു വ്യക്തി. നമുക്കറിയാം അദ്ദേഹം പോകുന്ന ഇടവക, ആ ഇടവകയുടെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത്. ഒരുപക്ഷെ ഇന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും, അത്തരത്തിലുള്ള ഒരു ഇടവകയിലേക്കാണ് ഞാനോ നിങ്ങളോ അയക്കപ്പെടുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യാത്രാ സൗകര്യങ്ങൾ ദുർലഭമായിരുന്ന ആ കാലത്ത് പുതിയതായി നിയമനം കിട്ടിയ ഇടവകയിലേക്ക് ആ വൈദികൻ അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ നാമകത്തിൽ വായിച്ചു കേട്ട ഒരു ബാലൻ സ്ഥലം കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നത്. അവൻ പല കാര്യങ്ങളും അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. അച്ഛ, ഇവിടെ വന്ന ഒരു വൈദികനും അധിക ദിവസം ഇവിടെ താമസിച്ചിട്ടില്ല. അവർ വന്നാൽ അധികം താമസിയാതെ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പതിവ്. എങ്കിലും അച്ഛന് അവിടെ പോകണമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം. അങ്ങനെ അച്ഛൻ ആ സ്ഥലത്തെത്തുകയാണ്. അപ്പോഴേ അനുസരണയോടെ ഈ അദ്ദേഹത്തിൻ്റെ പെട്ടി എടുക്കുകയും വഴി കാട്ടി കൊടുക്കുകയും ചെയ്തു ഈ ബാലൻ. അപ്പോഴാണല്ലോ അദ്ദേഹം പറയുന്നത്, നീ എനിക്ക് അവിടേക്കുള്ള വഴി കാണിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗത്തിൻ്റെ വഴി കാട്ടിത്തരാം. ആ വാക്ക്
ഈ വൈദികൻ പാലിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുത്തത് ആ ബാലന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ എല്ലാ ജീർണതകളിലും മുങ്ങി ക്രിസ്തീയതയുടെ എല്ലാ മൂല്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞ് ആത്മീയതയുടെ സകല ശോഭയും കെട്ടുനിന്ന ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക്, ഒരു കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മുഴുവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ സഭ ആ വൈദികനെ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി ഉയർത്തുകയാണ്. ഒരിടവകയിൽ മാത്രം വികാരിയായിരുന്നു കൊണ്ട് ലോകം മുഴുവനുമുള്ള വൈദികരുടെ മാതൃകയായി മാറിയ വിശുദ്ധ ജോൺ മരിയ വിയാനി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതപാതയിലേക്ക് വരുമ്പോൾ, അധാർമികമെന്ന് കരുതപ്പെട്ട ആ ഗ്രാമത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അധികാരികൾ ജോന പ്രവാചകനെ നിനേവയിലേക്ക് അയച്ച ഒരു സാദൃശ്യമാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ജോന പ്രവാചകൻ കാര്യം മനസ്സിലാക്കുമ്പോഴേ അവിടെ ഓടിക്കളയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുരോഹിതൻ ദേവാലയം വൃത്തിയാക്കി വിശുദ്ധ കുർബാന അവിടെ അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് മുട്ടിന്മേൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. നേരത്തെ കണ്ട നമ്മുടെ ബാലൻ ചന്തസ്ഥലത്തൊക്കെ പോയി ചില ആളുകളോട് പറഞ്ഞു, ഇവിടെ ഒരച്ഛൻ വന്നിട്ടുണ്ട്, വലിയ ഭംഗിയൊന്നുമില്ല, സംസാരവും അത്ര ശ്രേഷ്ഠമല്ല, ഇത് കേട്ടപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ആ ആലയത്തിലേക്ക് രാവിലെ അവർ വന്ന് നോക്കുന്നത്. രാവിലെ വന്ന് നോക്കുമ്പോൾ ഈ വൈദികൻ മുട്ടുകുത്തി നിൽക്കുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുന്നു. അവർ പോയി കുറേ കഴിഞ്ഞ് അദ്ദേഹം ഈ പണി മതിയാക്കി പോയിട്ടുണ്ടാകുമെന്ന് കരുതി അവിടേക്ക് ഉച്ചയോടുകൂടെ ദേവാലയത്തിൽ വന്ന് നോക്കുമ്പോഴും ഈ വൈദികൻ അവിടെ രണ്ട് കരങ്ങളും വിരിച്ച് മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവർ പോയി മടങ്ങി വന്നു. വൈകുന്നേരമെങ്കിലും ഇദ്ദേഹം ഇത് നിർത്തിയിട്ടുണ്ടാകാം. വൈകുന്നേരം വന്നപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ വൈദികൻ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു സാധാരണ വൈദികനല്ല, ഇതൊരു സാധാരണ വൈദികനല്ല. ഇദ്ദേഹത്തിൽ പലതും നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ അവർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഉരുകുന്ന മനസ്സോടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രാർത്ഥനയിൽ ആമഗ്നനായിരുന്ന ജോൺ മരിയ വിയാനി ആ പ്രദേശത്തിലെ പ്രിയപ്പെട്ടവരുടെ മനം കവരുകയാണ്. അദ്ദേഹം അവിടെയുള്ളവരോട് ചോദിച്ചു, ആരും എന്തേ ഞായറാഴ്ച പോലും ദേവാലയത്തിൽ വരാത്തത്, ഞായറാഴ്ച പോലും ദേവാലയത്തിൽ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, അവരെല്ലാം ഡാൻസ് ബാറുകളിലാണ്, കൃഷിയിടങ്ങളിലാണ്, ഭവനങ്ങളിലാണ്, ആർക്കും സമയമില്ല. വിയാനി അച്ഛൻ അവരെ തേടി ഡാൻസ് ബാറുകളിലേക്കും ജോലിയിടങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും പോയി. ആദ്യമെല്ലാം അവർ അദ്ദേഹത്തെ കളിയാക്കി. എന്താ, ഒരു വൈദികൻ ഞങ്ങൾ അടുക്കിലേക്ക് വന്നിരിക്കുന്നു, ഞങ്ങൾ എത്രയെത്ര വൈദികരെ കണ്ടിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ചില കൃഷിയിടങ്ങളിൽ ചിലരുടെയെല്ലാം കൃഷിപ്പണിയിൽ സഹായിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ സഹായിച്ചല്ലോ, ഇനി നിങ്ങൾക്ക് ദേവാലയത്തിൽ വന്ന് അല്പനേരം ചെലവഴിച്ചു. അങ്ങനെ പതിയെ പതിയെ അവിടെ കുടുംബങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങി. ഈ പ്രക്രിയ മിസ്റ്റർ ജോൺ മരിയ വിയാനി
നീണ്ട 12 വർഷക്കാലം തുടർന്നു എന്നതാണ്. ആ ഇടവകയെ മാറ്റിയെടുക്കുവാൻ നിരന്തരമായ തൻ്റെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി 12 നീണ്ട വർഷങ്ങൾ കൊണ്ട് ആർസ് എന്ന് പറയുന്ന എല്ലാവരും തിന്മയുടെ ദേശമെന്ന് പറഞ്ഞ ആ ദേശം ഒരു പുണ്യഭൂമിയായി മാറുന്ന ചിത്രമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, പിന്നീട് ഒരു വർഷം 4 ലക്ഷത്തിലധികം പേർ വന്ന് ആ പുണ്യ ദേവാലയത്തിലെ ആരാധനയിൽ പങ്കുചേരുകയും അവിടെ വന്ന് അവർ വിശുദ്ധ കുമ്പസാരത്തിനടയുകയും ചെയ്തു എന്നത് നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ബലിയർപ്പിക്കുമ്പോൾ ദേവാലയത്തിൽ സ്ഥലം തികയാതെ അത്രയ്ക്ക് ജനം ഓടിക്കൂടി. ആ ഇടവക പുതിയൊരു ചൈതന്യം പ്രാപിച്ചു. ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടുന്ന ഒരു ദിവ്യ ആലയമായി അത് മാറി. വിയാനി ആ ഇടവകയെ മാറ്റിയെടുത്തത് തൻ്റെ വാഗ്മയത്താലല്ല, തൻ്റെ വൈയക്തികമായ കഴിവുകളാലല്ല, തൻ്റെ മുട്ടിന്മേലുള്ള പ്രാർത്ഥനയാൽ സ്വർഗത്തെ ആർസിലെ ദേവാലയത്തിലേക്ക് ഇറക്കി. സ്വർഗത്തെ ആർസിലെ ആ ദേവാലയത്തിലേക്ക് അദ്ദേഹം ഇറക്കിക്കൊണ്ടുവന്നത് തൻ്റെ നിരന്തരമായ കഠിനമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതിൻ്റെ ശക്തിയാലാണ് ആർസ് ഒരു വിശുദ്ധ ഭവനമായി മാറുന്നത്. ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരുപക്ഷെ അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും വലുതുമായ കാര്യം പ്രാർത്ഥിക്കുക എന്നതാണ്. ആ പ്രാർത്ഥനയിലൂടെ തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന സമൂഹത്തെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വലിയ പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ആഘോഷങ്ങളും തിരുനാളുകളും എല്ലാം നടത്തുമ്പോൾ നമ്മൾ വിലയിരുത്തി അവസാനം പറയും, എന്തേ നമ്മുടെ ജനത്തിന് മാറ്റമുണ്ടാകാത്തത്? അപ്പോൾ വിയാനി അച്ഛൻ നമുക്ക് പറഞ്ഞു തരും, അതിന് നിങ്ങൾ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ. മറ്റുള്ളവർക്ക് ഈശോയെ അനുഭവിക്കാൻ സാധിക്കണം. അതിന് എൻ്റെ ഈശോയോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് എന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ജീവിത വിശുദ്ധി എപ്രകാരമാണോ അപ്രകാരമായിരിക്കും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജനത്തെ വിശുദ്ധിയിലേക്ക് എനിക്ക് നയിക്കുവാൻ സാധിക്കുക. സുവിശേഷത്തോടുള്ള എൻ്റെ വിശ്വസ്തത, എൻ്റെ സമർപ്പണം എപ്രകാരമാണ്? എൻ്റെ സമർപ്പണം പൂർണ്ണമെങ്കിൽ വിയാനി അച്ഛനെ പോലെ എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഏത് സമൂഹത്തെയും ക്രിസ്തുവിനായി വിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. മുട്ടിന്മേൽ നിന്നുള്ള ഒരു വിശ്വാസം, മുട്ടിന്മേൽ നിന്നുള്ള ഒരു സമർപ്പണം, മുട്ടിന്മേൽ നിന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനായിട്ടുള്ള അഭിഷേക സമർപ്പണം എൻ്റെ ഇടവകയെ ഒരു പുതു ചൈതന്യത്തോടെ, പുത്തൻ ചൈതന്യത്തോടുകൂടെ നവീകരിച്ച് നൽകും എന്നതിൽ തർക്കമില്ല. അപ്രകാരമുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ രൂപപ്പെടുത്താൻ നമ്മുടെ ശുശ്രൂഷ വഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളും കുടുംബാംഗങ്ങളും വൈദികരായ ഞങ്ങളുടെ ശുശ്രൂഷ ഫലവത്താകുവാനായിട്ട് ഈ ദിനം പ്രത്യേകം പ്രാർത്ഥിക്കണം. വൈദികരായ ഞങ്ങൾ ഇന്നിൻ്റെ ലോകത്തിലേക്ക് ക്രിസ്തുവിനെ നൽകുവാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ താങ്ങായി കരുത്തായി നിങ്ങളും ഉണ്ടാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സൃഷ്ടാവും സർവൈക ശക്തരുമായ ദൈവപിതാവിൽ വിശ്വസിക്കുന്നു. എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവായേശു വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നെ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനും ദൈവനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നു ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോരുമായ ധന്യശരീരത്തെടുത്തു പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. ഗീതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു ആശുദ്ധിയായി ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ചയിൽ വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മി പുറപ്പെടും പാവനമാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജയാകുന്നതായി വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവനാദാവും കർത്താവുമായുള്ള പാവനമാവിൽ ഏറ്റവും കൂടുതലായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കാതോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം മേകുന്നോരേക ജ്ഞാനസ്നാനം പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയിർക്കും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചിട്ട് മൂറപ്പായിരത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നേ. ആമേൻ.
പ്രിയ സഹോദരരെ, വൈദികരുടെയും വിശ്വാസികളുടെയും ജീവിതം ക്രിസ്തുവിൻ്റെ പാതയിൽ തുടരുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയ്ക്കും സഭയുടെ പരമാധ്യക്ഷൻ ലയോ പാപ്പയ്ക്കും എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് സഭയെ നയിക്കുവാനും സഭയിൽ വിശ്വാസത്തിൻ്റെ അഗ്നി ഉജ്ജ്വലിപ്പിക്കുവാനും എല്ലാ ജനതകളെയും പ്രത്യാശയുടെ പാതയിൽ സ്നേഹത്തിൽ നയിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, നെയ്യാറ്റിക്കര രൂപതയ്ക്കും രൂപതാധ്യക്ഷൻ വിൻസെൻ്റ് സാമുവൽ പിതാവിനും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ അനുകമ്പയോടെ സേവിക്കാനും രക്ഷയുടെ മാർഗത്തിൽ നയിക്കുവാനും ഇവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിനും രാഷ്ട്ര നേതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും നീതിയിലും രാജ്യത്തെ നയിക്കുവാനും സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുവാനും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനും ഇവരെ സഹായിക്കണമേ. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ എല്ലാ ജനങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കാൻ അവരെ പ്രചോദിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപാലകനായ ദൈവമേ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനും ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാനും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് പൂർത്തീകരിക്കുവാനും എല്ലാ വൈദികരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ദൈവമേ, പലവിധ രോഗങ്ങളാലും വാർദ്ധക്യ സഹജമായ വേദനകളാലും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും, ഏറെ പ്രത്യേകിച്ച് വൈദികരെയും അവരുടെ മാതാപിതാക്കളെയും ശക്തിപ്പെടുത്തണമേ. അങ്ങേ സൗഖ്യദായക സ്പർശനത്താൽ രോഗശാന്തിയും ആത്മീയ അനന്തവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, പൗരോഹിത്യ സന്യസ്ത ജീവിത അന്തസ്സുകളിലേക്ക് അനേകം യുവതി യുവാക്കളെ വിളിക്കണമേ. തങ്ങളുടെ ദൈവവിളി കണ്ടെത്താനും തിരിച്ചറിയാനും അതിനോട് ദൈവസ്നേഹത്താൽ പ്രചോദിതരായി പ്രത്യുദ്ധരിക്കാനും കുട്ടികളെയും യുവജനങ്ങളെയും ഒരുക്കാൻ എല്ലാ കുടുംബങ്ങളെയും പ്രാപ്തരാക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക പിൻചെല്ലാനും ജീവിത പ്രതിസന്ധികളെ അങ്ങിൽ ആശ്രയിച്ച് തരണം ചെയ്യുവാനും എല്ലാ കുടുംബങ്ങളെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നിത്യനായ ദൈവമേ, ഈ ലോക തീർത്ഥാടനം പൂർത്തിയാക്കി മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു പോയ എല്ലാവരെയും, വിശിഷ്യ മൺമറഞ്ഞു പോയ എല്ലാ വൈദികരെയും, വൈദികരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവയുടെ ആത്മാക്കളെയും തൃക്കൺ പാർക്കണമേ. അങ്ങേ കാരുണ്യം ഇവിടെ മേൽ ചൊരിഞ്ഞ് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും അവിടുത്തെ തിരുമുഖം ദർശിച്ച് അനവരതം അവിടുത്തെ സ്തുതിക്കുവാനും അവരെ അനുവദിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ വൈദികർക്കും വിശ്വാസ പ്രവർത്തകർക്കും ആത്മാവിൻ്റെ അഭിഷേകം സമർത്ഥമായി നൽകണമേ. ആത്മാവിൻ്റെ അഭിഷേകം വഴി എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് ആനയിക്കുവാൻ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ജീവിതം കാഴ്ചയറിയുക, ഈ ബലിവേദിക്ക് മുമ്പിൽ വന്നിടുന്നു ഞാൻ. പിതാവേ, പൂർണ്ണമായി എന്നെ നിനക്കേകുവാൻ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ. ജീവനും സർവസ്വവും കാഴ്ചയായിരുന്നു ഈ വേദിയിൽ. ജീവനും സർവസ്വവും കാഴ്ചയായിരുന്നു ഈ വേദിയിൽ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ.
അർപ്പിക്കാനായി നൊമ്പരങ്ങൾ അപ്പവും നീയും തീരുന്ന നേരം അർപ്പിക്കാനായി നൊമ്പരങ്ങൾ ഈ പാപവും ഭാരങ്ങളും കാഴ്ചയായിരുന്നു ഈ വേളയിൽ പാപവും ഭാരങ്ങളും കാഴ്ചയായിരുന്നു ഈ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരകളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ സ്മരണയ്ക്കായി അങ്ങേ അൾത്താരയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കണമേ. ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ മാതൃകയും മധ്യസ്ഥവും വഴി ഞങ്ങളെ രക്ഷയിലേക്ക് ആനയിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധരായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. എന്തെന്നാൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളാഘോഷത്തിൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനകളാൽ സഭയെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങേ ഞങ്ങൾ അവിരാമം പാടിപ്പുകഴ്ത്തുന്നു.
കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവൃത്തിയാലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദൈവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഈ ദിനത്തിൻ്റെ വിശുദ്ധനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ലെയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ്റ് സാമുവൽ പിതാവിനോടും സഹമെത്രാൻ സെൽവരാജ് പിതാവിനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ
ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേപ്പോൾ നിന്നുള്ള പാരയും വായിടേണം. അന്നു വേണ്ടുന്നു രാപാരെന്നും ഞങ്ങൾക്കു നൽകുക പ്രായിടേണം. അന്യതന്ത്രവും ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടേണം. തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. പാപം
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നീ ചെയ്തു
നൃത്തം നീയോതു താരന്റെ സ്വപ്നത്തിൽ അത്താഴമേശേ പ്രാണൻ പകർന്നോയി കാത്തു അടിയനാ തിരുമുന്നിൽ അറിവോടെ നീ തൊഴിലേ അതുമാത്രമാണ് എൻ്റെ ആശ ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ അടിയനാ തിരുമുന്നിൽ അറിവോടെ നീ തൊഴിലേ അതുമാത്രമാണ് എൻ്റെ ആശ. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ ആയിരങ്ങളിനാഥനായി ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽമീനമാകുമങ്ങയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ദൈവദൂതന്മാർ ദൈവരും പിന്നെ സ്വർഗ്ഗവാസികൾ സർവ്വരും സ്വർഗ്ഗവും വാനദൂതവൃന്ദവും സ്വർഗ്ഗസംഗീതം മീട്ടുന്നു സൈന്യാധീശൻ ദൈവം സംസ്കൃതൻ സംസ്കൃതൻ നിത്യം സംസ്കൃതൻ സംസ്കൃതൻ നിത്യം സംസ്കൃതൻ പൂർണ്ണവും തന്മടിയായ പിന്നീടും നല്ലും സന്തതം സ്ത്രീയും ദിവ്യപ്രേക്ഷിതരങ്ങി ദിവ്യമാറിയ സാക്ഷികൾ നിത്യാനന്ദ പ്രലാപമാരങ്ങി പാടിയുന്നു നിരന്തരം പാടിയുന്നു നിരന്തരം നിസ്തുലൻ പ്രഭപൂരിതൻ നിത്യനായ സുരവേ പാവനാത്മത്രികദൈവമേ സ്തോത്രമെന്നു പെനയ്ക്കുമേ ലോകമാരവേ പാവനം സദാകീർത്തിക്കും നങ്ങി സാദരം കീർത്തിക്കും നങ്ങി സാദരം രാജനാണോ ഉന്നതനായി താരൻ തന്നോട് ദിവ്യനാം സുഖപാടുനി മധ്യേക്ഷകന്യകയിൽ ദൈവത്തിൻ്റെ വലതുമാർത്തൻ പാടുമീ ഭവ്യശോഭയിൽ അമുഖാനീതിക്കാരനായവൻ എന്നും വിശ്വസിക്കുന്നവർ എന്നും വിശ്വസിക്കുന്നവർ നിതരം ചൊരികത്തിൽ
ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിൽ താങ്ങി ഒത്തുചേരാൻ കഴിയണേ, ഒത്തുചേരാൻ കഴിയണേ. കാത്തിരിക്കുവാൻ ജനങ്ങൾ ആശിസേയണേ നിത്യവും. നീ ഹരിക്കുക ജനങ്ങൾ നിത്യവും ഞങ്ങൾ വാഴും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളിൽ സ്വർഗീയ വിരുന്നിൽ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുവാനും അത് ഞങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുവാനും പ്രാപ്തരാക്കേണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തിയാൽ അജപാലന കൃത്യങ്ങൾ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ എല്ലാ വൈദികരെയും അവിടുന്ന് നിത്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിച്ച എല്ലാ വിശ്വാസികളും രക്ഷാമാർഗത്തിൽ എന്നും ചരിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ എന്നും വസിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ആത്മാവിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയാകുമാറാകട്ടെ. ഇവിടെ സമ്മേളിച്ച നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും
ജന്മമേ മുറിച്ചുരട്ടെ നിന്റെ പുരോഹിതനീശോയെ നിന്റെ പുരോഹിതദാസനെ തിന്മയോ നോക്കിയാതെ നിർമ്മലനായി കാക്കണമേ.